17-കാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ യുവാവ് അറസ്റ്റിൽ. താമരശ്ശേരി കട്ടിപ്പാറ സ്വദേശി മിഷബ് ഖാനാണ് അറസ്റ്റിലായത്. ഇയാൾക്കെതിരെ പോക്സോ വകുപ്പുകൾ ചുമത്തി. ബെൻസൺ ബാബു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ബെൻസൺ, ഈ കേസിനാസ്പദമായ സംഭവം എപ്പോഴായിരുന്നു? ഈ പ്രതിയെ എപ്പോഴാണ് പിടികൂടിയത്? അമൃത, കഴിഞ്ഞ ആഗസ്റ്റിലാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ഈ താമരശ്ശേരി കട്ടിപ്പാറ സ്വദേശിയായ മിസ്ഹബ് എന്ന 23-കാരനാണ് 17-കാരിയായ യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ യുവാവും ഈ പെൺകുട്ടിയുമായി സൗഹൃദത്തിലായിരുന്നു. തുടർന്ന് ഈ പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണത്തിന് വിധേയമാക്കുകയായിരുന്നു. ഗർഭിണിയായതോടുകൂടിയാണ് വീട്ടുകാരെ വിവരം അറിയുന്നത്. പിന്നീട് മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകുകയും തുടർന്ന് ഇന്ന് രാവിലെയോടുകൂടിയാണ് യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. യുവാവിനെതിരെ പോക്സോ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. ശരി ബെൻസൺ. തിരുവനന്തപുരത്തെ ലഹരി സംഘം യുവാവിന്റെ വീട് അടിച്ചു തകർത്തു. പൂച്ചെടിവിള കോളനി മനു വേണുഗോപാലിന്റെ വീടും വാഹനങ്ങളുമാണ് അക്രമി സംഘം അടിച്ചു തകർത്തത്. നായയെ അഴിച്ചുവിട്ടതിലെ തർക്കമാണ് അർദ്ധരാത്രിയിലെ അക്രമത്തിന് കാരണമെന്ന് മനു പറയുന്നു. കേസിൽ 2 പേരെ മ്യൂസിയം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ രാത്രി 1 മണിയോടെയാണ് പൂച്ചെടിവിള കോളനിയിൽ ലഹരി മാഫിയ സംഘത്തിന്റെ അക്രമം അരങ്ങേറിയത്. ബൈക്കുകളിലെത്തിയ 10-ലേറെ വരുന്ന അക്രമി സംഘം വീടും വീട്ടുപകരണങ്ങളും വാഹനങ്ങളും നശിപ്പിച്ചു. നായയെ അഴിച്ചുവിട്ടതുമായി ബന്ധപ്പെട്ട് മനു വേണുഗോപാലും അയൽവാസി ബിജുലാലിന്റെ കുടുംബവുമായി ഇന്നലെ വൈകുന്നേരം തർക്കമുണ്ടായി. ഇതേ തുടർന്നാണ് രാത്രി അക്രമമുണ്ടായതെന്ന് വീട്ടുടമ പറഞ്ഞു. പട്ടി എൻ്റെ വണ്ടിയുടെ കുറുകെ ചാടി. അപ്പോൾ അത് ഞാൻ ചോദ്യം, ഈ പട്ടീനെ കെട്ടിയിട്ട് വളർത്തിക്കൂടെ എന്നൊക്കെ ചോദ്യം ചെയ്തിട്ട് വരുന്ന വഴിക്ക് ഇയാൾ വീണ്ടും പട്ടീനെ അഴിച്ചുവിട്ട് എൻ്റെ ഈ പട്ടീനെ കൊണ്ട് എന്നെ കടിപ്പിക്കാൻ ശ്രമിച്ചതാണ്. അപ്പോൾ ഞാൻ ഈ പട്ടി വന്ന് എൻ്റെ നെഞ്ചത്ത് കയറി നിൽക്കുക, 2 കൈയും വെച്ചിട്ട് നെഞ്ചത്തോട്ട് കയറി നിൽക്കുക. കഞ്ചാവ് സംഘത്തിന്റെ പ്രവർത്തനം കോളനിയിലുണ്ടെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഇത് നേരത്തെ മനുവും നാട്ടുകാരും ചോദ്യം ചെയ്തിരുന്നു. ഇതിലെ വൈരാഗ്യവും പ്രതികൾക്കുണ്ടായിരുന്നു. അവന്മാർ ഈ കഞ്ചാവ് കടിച്ചിട്ട് വന്ന് നമ്മുടെ പയ്യന്മാരൊക്കെ റോഡിൽ നിൽക്കുമ്പോഴത്തേക്കും വന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങ് പോകും. അപ്പം നമ്മളിവിടെ ആരും ഒന്നും മിണ്ടത്തില്ല. ഇവന്മാരെ പേടിച്ചിട്ടാണ് ഒന്നും മിണ്ടാത്തത്. കാരണം രാത്രി വരുമ്പോൾ വടിവാളും അതൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്നലെ അങ്ങനെയാണ് ഇതിനകത്ത് നടന്നത്. അക്രമത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിച്ചെന്നാണ് നാട്ടുകാർ പറയുന്നത്. അക്രമി സംഘത്തിലെ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മീഡിയ 1 തിരുവനന്തപുരം.